ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റൈസ് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ 1 കപ്പ്. ഇനി നിങ്ങൾക്ക് കപ്പളവില്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുക്കുക. അതേ ഗ്ലാസ്സിന് തന്നെ ആയിരിക്കണം നിങ്ങൾ വെള്ളവും എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് കുതിർത്തി വെക്കുകയാണ്. അതിന് പ്രത്യേക കണക്കൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതുപോലൊന്ന് കുതിർത്തി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറെങ്കിലും കുതിർത്തി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മൾ 1 കപ്പ് പച്ചരി, 1 കപ്പ് പഞ്ചസാര എന്നിവയാണ് എടുത്തത്. പിന്നെ വേണ്ടത് ഏലക്ക. പിന്നെ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പാല്. അപ്പോൾ ഇതാണ് നമ്മളെ റൈസ് പുഡിംഗ് തയ്യാറാക്കാൻ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് വേണ്ടത്. ഇനി സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീം, വാനില എസൻസ്, അതുപോലെ കണ്ടൻസ് മിൽക്ക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് റെഡിമെയ്ഡ് മേടിച്ചെന്നേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ പച്ചരി 1 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിക്കരുത്. ഒന്ന് ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ തരിതരിയായിട്ട് കിടക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഇതാണ് നമ്മുടെ കണക്ക്. അപ്പോൾ നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ റൈസ് എടുത്ത അതേ കപ്പിന് ഒരു 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് അടുപ്പിലോട്ട് വെക്കുന്നത്. ആദ്യം ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിലോട്ട് വെക്കുകയാണ്. അപ്പോൾ നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. അടുപ്പിലോട്ട് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ വേണ്ടത് 2.5 കപ്പ് വെള്ളമാണ്. ഞാൻ ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളെടുത്ത കപ്പിൻ്റെ അതേ കപ്പിന് 2.5 കപ്പ് വെള്ളം. നിങ്ങൾക്ക് തുടക്കവേ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. ഈ പാലൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് പറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. ഈ പാൽ ഇതിൽ കിടന്ന് നന്നായിട്ട് പറ്റണം. തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് പറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് പറ്റിയത് ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നതാണ് ഇതിൻ്റെ കണക്ക്. ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ റൈസ് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ തയ്യാറായി. ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്കിഷ്ടമുള്ള ഏത് നട്ട്സും ചേർക്കാം. ഞാനിവിടെ ഇച്ചിരി ബദാം പൊടിച്ചത് ചേർത്തന്നേ ഉള്ളൂ. ഇനി ബദാം ഇല്ലെങ്കിലും ഇത് റെഡിയാക്കിയെടുക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ പേപ്പർ ഇട്ട് അതിൻ്റെ മുകളിലേക്ക്
നമ്മുടെ റൈസ് പുഡിംഗ് വെച്ച് കൊടുക്കുകയാണ്. ഈ ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാത്രത്തിൽ നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് നമ്മുടെ റൈസ് പുഡിംഗ് ഇതുപോലെ വെച്ചാൽ മതി. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ചെയ്യുക. ഇനി നമുക്കിത് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കാം. ഫ്രീസറിൽ തന്നെ വെക്കുക. ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം. ഈ സമയത്ത് നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കാം. ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. പലരും ഈ ഫ്രഷ് ക്രീം എടുത്ത് കേക്കിനൊക്കെ ഐസിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരിക്കലും വിപ്പായിട്ട് വരില്ല. ഇനി കൃത്രിമമായിട്ടൊക്കെ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ വാനില എസൻസ്. കണ്ടൻസ് മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ സുമീസ് ടേസ്റ്റി കിച്ചൻ കണ്ടൻസ് മിൽക്ക് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഈ വിസ്കില്ലെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 5 ടീസ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മധുരം ഇച്ചിരി നന്നായിട്ട് വേണമെന്നുള്ളവർ ഒരു 6-7 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 മണിക്കൂറായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ റൈസ് പുഡിംഗ്. കണ്ടോ? ഇതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾ ഫ്രീസറിൽ തന്നെ വെക്കുക. അപ്പോൾ നമുക്കിത് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ഫ്രീസറിൽ വെക്കണം. ഒരു നൈറ്റ് ഫുൾ ഫ്രീസറിൽ വെക്കണം. നിങ്ങളിത് ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിത് നേരെ ഫ്രീസറിൽ വെച്ചാൽ പിറ്റേന്ന് എടുത്തു നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഒന്ന് തുറന്ന് നോക്കാനൊക്കെ തോന്നും. അതിനേക്കാൾ നല്ലത് നമ്മൾ സന്ധ്യ സമയങ്ങളിൽ ഇത് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ഒരു നൈറ്റ് ഫുൾ ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലിട്ട് ഇതുപോലെ അലങ്കരിച്ചെടുക്കാം. ഈ സ്പ്രിങ്കിൾസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും നമ്മുടെ പഞ്ചസാര വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇനി നമുക്ക് 2-3 ചെറീസ് കൂടി വയ്ക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ചെറീസാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നട്ട്സ് വേണമെങ്കിൽ നട്ട്സും ഇട്ട് കൊടുക്കാവുന്നതാണ്. ശരിക്കും ഇത് ഒരു കേക്ക് മാതിരി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ ചോക്ലേറ്റ് ഉരുക്കിയെടുത്താൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പേരും എഴുതി ഒരു കേക്ക് പോലെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് പുഡിംഗ് ഇവിടെ തയ്യാറായി. ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, എന്നെ കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഒരു ലൈക്ക് അടിച്ചേക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് പുഡിംഗ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കുക. ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ 2 ലെയറായിട്ടുള്ള റൈസ് പുഡിംഗ് തയ്യാറായി. ശരിക്കും ഒരു കേക്ക് പോലെ തന്നെയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.